ഇത് നമ്മൾ 7ാം ക്ലാസ്സിലെ ഹിന്ദി ടെക്സ്റ്റ് ബുക്കായ മൽഹാറിലെ 6ാമത്തെ ചാപ്റ്റർ ഗിരിധർ കവിറായ്ക്ക് കുണ്ഡലിയ ആണ് വായിക്കാൻ പോകുന്നത്. കുണ്ഡലിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദിയിൽ കവിത എഴുതുന്ന ഒരു ഫോമാണ്. പദം ദോഹയൊക്കെ പോലെ തന്നെ കവിത എഴുതുന്ന ഒരു രീതിയാണ് കുണ്ഡലിയ. ഇതിൽ ആദ്യം ഒരു ദോഹയും പിന്നീട് റോല എന്ന് പറഞ്ഞ് 4 വരികളും കൂടി ചേർന്നതാണ് ഒരു കുണ്ഡലി. നമുക്ക് കവിതയിലേക്ക് കടക്കാം. बिना बिचारे जो करे सो पाछे पछताए, काम बिगाड़े अपनों जग में होत हसाए. जग में होत हसाए, चित में चैन न पावे, खान पान सम्मान राग रंग मन ही न भावे. कह गिरिधर कविराय दुख कछो ठरत नटारे, खटकता है जिया माही कियो जो बिना विचारे. നമുക്കിനി ഓരോ വരിയുടെയും അർത്ഥം മനസ്സിലാക്കാം. ബിനാ ബിചാരെ കരേ സോ പാച്ചേ പച്ചത്തായ്. ബിന എന്ന് പറഞ്ഞാൽ വിത്തൗട്ട്, ബിചാരെ എന്ന് പറഞ്ഞാൽ വിചാർ, അതായത് ചിന്തിക്കാതെ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ. കരേ സോ പാച്ചേ പച്ചത്തായ്, പാച്ചേ എന്ന് പറഞ്ഞാൽ പിന്നീട്, ലേറ്റർ. പച്ചത്തായ് എന്ന് പറഞ്ഞാൽ പച്ചത്താന, റിഗ്രറ്റ്. അതായത് നമ്മൾ ചിന്തിക്കാതെ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് അതിനെ ഓർത്ത് നമ്മൾ പശ്ചാത്തപിക്കും. കാം ബിഗാരെ അപ്പനോ ജഗമേ ഹോത്ത് ഹസായ. അതായത് നമ്മൾ അങ്ങനെ ചിന്തിക്കാതെ എടുത്ത് ചാടി ചെയ്യുന്ന കാര്യം എന്താ, തെറ്റിപ്പോവും. ബിഗാഡ്ന പറഞ്ഞാൽ, ബിഗാരി എന്ന് പറഞ്ഞാൽ ബിഗാഡ്ന, റൂയിനാവുക, അതായത് കുളമായി പോകുന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പോൾ നമ്മൾ എടുത്തെടുത്ത് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അത് തെറ്റിപ്പോകും. പിന്നെന്താ സംഭവിക്കുക, ജഗമേ ഹോത്ത് ഹസായ. ജഗ് എന്ന് പറഞ്ഞാൽ ലോകം, ഹോത്ത് എന്ന് പറഞ്ഞാൽ ഹോന, ബിക്കം. ഹസായ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ലാഫിങ് സ്റ്റോക്കായി മാറുക. അതായത് നമ്മളെല്ലാവരും പരിഹസിച്ച് ചിരിക്കാൻ തുടങ്ങും. നമ്മളെടുത്ത് ചാടി ഒരു കാര്യം ചെയ്തു, അതാകെ തെറ്റിപ്പോയി. അപ്പോൾ എന്താ, ലോകത്തുള്ള ലോകം നമ്മളെ നോക്കി കളിയാക്കി ചിരിക്കും. ജഗമേ ഹോത്ത് ഹസായ് ചിത്തുമേ ചേനന പാവേ. നമ്മളങ്ങനെ ലോകത്തെന്താ ഒരു ലാഫിങ് സ്റ്റോക്കായി മാറുമ്പോൾ എല്ലാവരും നമ്മൾ പരിഹസിച്ചിരിക്കും. നമ്മുടെ മനസ്സിന് എന്തെങ്കിലും സമാധാനം കിട്ടുമോ? ചിത്ത് എന്ന് പറഞ്ഞാൽ മനസ്സ്, ചേന എന്ന് പറഞ്ഞാൽ പീസ്, പാവേ, പാവേ എന്ന് പറഞ്ഞാൽ പാന. അപ്പോൾ നമ്മളെ നോക്കി എല്ലാവരും ഇങ്ങനെ കളിയാക്കി ചിരിക്കുമ്പോൾ നമ്മളുടെ മനസ്സിനൊരു നമുക്ക് സമാധാനം കിട്ടില്ല. ഖാൻ പാൻ സമ്മാൻ രാഗരംഗ് മനഹീന ഭാവേ. ഖാൻ പാൻ എന്ന് പറഞ്ഞാൽ ഈറ്റിംഗ് ആൻഡ് ഡ്രിങ്കിങ്, നമ്മളുടെ ഫുഡും വെള്ളമൊക്കെ. സമ്മാൻ എന്ന് പറഞ്ഞാൽ റെസ്പെക്റ്റ്. രാഗരംഗ്, ഇവിടെ രാഗരംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് എൻ്റർടൈൻമെൻ്റ് ആണ്. മനഹീന ഭാവേ, മനഹി എന്ന് പറഞ്ഞാൽ മൈൻഡ്. ഭാവേ, ഭാവേ എന്ന് പറഞ്ഞാൽ അപ്പീൽ. അതായത് നമ്മളെ ആകെ എല്ലാവരും കളിയാക്കി ചിരിക്കുകയാണ്, നമ്മൾ ചെയ്തത് ആകെ തെറ്റിപ്പോയി, നമുക്ക് ആകെ മനസ്സിനൊരു സമാധാനമില്ല. അതുകൊണ്ട് എന്താ, നമ്മൾ ഫുഡിനെ കുറിച്ചോ വെള്ളത്തിനെ കുറിച്ചോ ഒന്നും ചിന്തിക്കുന്നില്ല. അപ്പോൾ ആണെങ്കിൽ നമുക്ക് സമ്മാൻ, റെസ്പെക്റ്റും ഇല്ല, നമുക്ക് നമ്മളോട് തന്നെ ഇപ്പോൾ ഒരു ബഹുമാനമില്ല. അതുപോലെ രാഗരംഗ്, ഒരു എൻ്റർടൈൻമെൻറ്റ്, ഒന്നും തന്നെ നമ്മളുടെ മനസ്സിനൊന്നും പിടിക്കുന്നില്ല. കഹ് ഗിരിധർ കവിറായ് ദുഃഖ് കച്ചു ഠരത്ത് ന ഠാരെ. ഗിരിധർ കവിറായ് പറയുകയാണ്. ഠരത്ത് എന്ന് പറഞ്ഞാൽ ദൂർ ഹോന, ന ഠാരെ എന്ന് വെച്ചാൽ പോകുന്നില്ല. അതായത് ഇങ്ങനത്തെ ഒരു ദുഃഖം നമ്മൾ ആഗ്രഹിച്ചാലും അത് പോകത്തില്ല. ഖടക്താ ഹേ ജിയ മാഹി കിയോ ജോ ബിനാ ബിചാരെ. ഖടക്ന എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പ്രിക്ക്, കുത്തുക. അതായത് നമ്മൾ ചിന്തിക്കാതെ ചെയ്ത കാര്യം നമ്മൾ മനസ്സിനെ ഇങ്ങനെ കുത്തിക്കൊണ്ടേയിരിക്കും. ജിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ട്. മാഹി എന്ന് പറഞ്ഞാൽ നമ്മളുടെ കിയോജോ ബിനാ വിചാരം, അതായത് നമ്മളിങ്ങനെ വിചാരിക്കാതെ എടുത്ത് ചാടി ചെയ്ത കാര്യം പിന്നീട് നമ്മൾ പശ്ചാത്തപിക്കൂലേ, അതിങ്ങനെ മനസ്സിനെ കുത്തിക്കൊണ്ടേയിരിക്കും. നമ്മൾ പിന്നെയും അതിനെക്കുറിച്ച് ഓർത്തുകൊണ്ടേയിരിക്കും, പക്ഷേ ഞാൻ എന്തിനങ്ങനെ ചെയ്തു എന്ന്. അതാണ് ആദ്യത്തെ കുണ്ഡലിയിൽ കവി പറയുന്നത്. ഇനി രണ്ടാമത്തേലോട്ട് കടക്കാം. ബീത്തി താഹി ബിസരീരെ ആകെ കി സുധി ലേയി, ജോ ബനി ആവേ സഹജ് മേ താഹി മേ ചിത്ത് ദേയി. ताही में चित देई बात जोई बनी आवे, दुर्जन हंसे न कोई चित में खता न पावे. कह गिरधर कविराय यह कर मन परतीति, आगे को सुख होई സമുച്ചി ബീത്തി സോ ബീത്തി. ഓരോ വാക്കിൻ്റെ അർത്ഥം നമുക്ക് നോക്കാം.
ബീത്തി ബീത്തി എന്ന് പറഞ്ഞാൽ ജോ ബീത് ഗയെ, അതായത് കടന്നു പോയത്, കഴിഞ്ഞു പോയത്. താഹി താഹി എന്ന് പറഞ്ഞാൽ ദാറ്റ്. ബിസരി ബിസരി എന്ന് പറഞ്ഞാൽ ഫൊഗെറ്റ്, ഭൂൽ ജാന. ദോ ദേ ആഗേക്ക് സുധിയിലേ, ആകെ എന്ന് പറഞ്ഞാൽ ഇനി വരാൻ പോകുന്നത്, എഹെഡ്. സുധിയിലേ എന്ന് വെച്ചാൽ അറ്റൻഷൻ കൊടുക്കുക. ലേ എന്ന് പറഞ്ഞാൽ ഗീവ്, അതായത് എന്താണോ കടന്നു പോയത് അത് കഴിഞ്ഞു, ഇനി വരാൻ പോകുന്നതിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാം. ജോ ബനി ആവേ സഹജ്മേ താഹിമേ ചിത്ത് ദേ, അതായത് ജോ എന്ന് പറഞ്ഞാൽ വാട്ട് എവർ എന്താണെങ്കിലും, ബനി ബന്ന ബിക്കംസ്, ആവേ വരിക, ആന. സഹജ്മേ സഹജ് എന്ന് പറഞ്ഞാൽ നാച്ചുറലി, സരൾതാസെ, സഹജ്താസെ എന്നൊക്കെ പറയും. മേ താഹി താഹി എന്ന് പറഞ്ഞാൽ ദാറ്റ്. മേ ചിത്ത് ദേയി, ചിത്ത് എന്ന് പറഞ്ഞാൽ മനസ്സ്, ദേയി എന്ന് പറഞ്ഞാൽ ഗീവ്, അപ്ലൈ എന്ന് പറയും. അതായത് നമുക്ക് ഇനി എന്താണോ നമ്മൾക്ക് നാച്ചുറലി വരുന്നത്, നമുക്ക് നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നത്, അതിൽ നമ്മൾ മനസ്സിട്ട് നല്ലോണം ചെയ്യുക. താഹി മേ ചിത്ത് ദേയി ബാത്ത് ജോയി ബനി ആവേ. താഹി എന്ന് പറഞ്ഞാൽ ദാറ്റ്, ചിത്ത് എന്ന് പറഞ്ഞാൽ മനസ്സ്, ദേയി എന്ന് പറഞ്ഞാൽ കൊടുക്കുക, ബാത്ത് മാറ്റർ കാര്യം, ജോയി ജോയി ബനി ആവേ, അതായത് നമ്മളത് മനസ്സ് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് നടക്കും. അതായത് നമ്മൾ എന്തിനാണോ മനസ്സ് വെക്കുന്നത് അത് നടക്കും. ദുർജൻ ഹസേന കോയി ചിതമേ ഖത്താന പാവേ, അങ്ങനെ നമ്മളെ കൊണ്ട് സാധിക്കുന്ന ചെയ്യുമ്പോൾ, ദുർജൻ എന്ന് പറഞ്ഞാൽ ഈവിൽ പേഴ്സൺ, വിക്കറ്റ് പേഴ്സൺ, അല്ലാണ്ട് മോശം ആൾക്കാർ. ഹസേ എന്ന് പറഞ്ഞാൽ ലാഫ്, ഹസ്ന. കോയി അതായത് നമ്മളെ നോക്കി ആരും ചിരിക്കില്ല. ചിതമേ ഖത്താന പാവേ, ചിത്ത് എന്ന് പറഞ്ഞാൽ മനസ്സ്, ഖത്ത എന്ന് പറഞ്ഞാൽ ഫോൾട്ട് അല്ലെങ്കിൽ മിസ്റ്റേക്ക്, പാവേ ഫൈൻഡ്, അതായത് അങ്ങനെ നമ്മൾക്ക് നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നത് നമ്മൾ നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മൾ ഒന്നും ചെയ്തില്ലല്ലോ, അല്ലെങ്കിൽ നമുക്ക് മോശമൊന്നും തോന്നില്ല, നമ്മൾ ചെയ്തല്ലോ. അതുപോലെ തന്നെ ആരും നമ്മളെ നോക്കി ചിരിക്കാനും പോകുന്നില്ല. കഹി ഗിരിധർ കവിരായി യഹേ കരു മനു പരിതീത്തി, ഗിരിധർ കവിരായി പറയുകയാണ്, എന്താ, കരു എന്ന് പറഞ്ഞാൽ കർണ, വെച്ചാൽ മനസ്സ്, പരിതീത്തി ബിലീഫ്, അതായത് ഇങ്ങനെ ഒരു ചിന്ത വെച്ചിട്ട്, അല്ലെങ്കിൽ അതിൽ അങ്ങനെ ഒരു കാര്യത്തിൽ ഫെയ്ത്ത് വെച്ചിട്ട് നമ്മളൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ, അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എന്നല്ല, അങ്ങനെ ചെയ്യുക. ആഗേക്കോ സുഖ് ഹോയി, അതായത് ആകെ എന്ന് വെച്ചാൽ എഹെഡ്, സുഖ് ഹോയി എന്ന് പറഞ്ഞാൽ ഹോന. സമുചി ബീത്തി സോ ബീത്തി, അതായത് സമുചി എന്ന് പറഞ്ഞാൽ അണ്ടർസ്റ്റാൻഡ്, ബീത്തി എന്ന് പറഞ്ഞാൽ എന്താണോ കടന്നു പോയത്, സോ ബീത്തി ഈസ് ഗോൺ, അതായത് നടന്നത് നടന്നു, അതായത് എന്ത് സംഭവിച്ചോ അത് സംഭവിച്ചു, ഇനി നമ്മളെ കയ്യിൽ എന്താണോ ഉള്ളത്, നമ്മൾ പ്രസൻറ്റിൽ ജീവിച്ച് നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നതിൽ മനസ്സർപ്പിക്കുക, അങ്ങനെ ഒരു ചിന്താഗതിയിൽ നമ്മൾ വിശ്വസിക്കുക എന്നാണ് കവി ഗിരിധർ റായ് പറയുന്നത്. നമുക്കിനി ഇതിൻ്റെ ആസ് എ ഹോൾ എന്താ പറയുന്നതെന്ന് നമുക്ക് നോക്കാം. ബീത്തി താഹി ബിസരിദേ ആകെ കി സുധിലേ, അതായത് forget the past and focus on the future. जो बनी आवे सहज में ताही में चित दे, അതായത് പേ അറ്റൻഷൻ ടു വാട്ട് നാച്ചുറലി കംസ് യുവർ വേ ഇൻ ദ പ്രസൻറ്റ്. നമ്മളെ കൊണ്ട് നമ്മളുടെ അടുത്തോട്ട് എന്താണോ ഈ സമയത്ത് വരുന്നത്, പ്രസൻറ്റിൽ എന്താണോ ഉള്ളത്, അതിൽ നമ്മൾ ഫുൾ അറ്റൻഷൻ കൊടുക്കുക, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക. താഹി മേ ചിത് ദേയി ബാത്ത് ജോയി ബനി ആവേ, അതായത് കോൺസെൻട്രേറ്റ് ഓൺ ദ പ്രസൻറ്റ് ആസ് തിങ്സ് വിൽ വർക്ക് ഔട്ട് അക്കോർഡിംഗ്ലി. ദുർജൻ ഹസേന കോയി ചിതമേ ഖാത്തന പാവേ, അതായത് പീപ്പിൾ വോണ്ട് ലാഫ് അറ്റ് യു, അതായത് ഈവിൽ പീപ്പിൾ വോണ്ട് ലാഫ് അറ്റ് യു ആൻഡ് ദർ വോണ്ട് ബി എനി മിസ്റ്റേക്സ് ഇൻ യുവർ തോട്ട്. നമ്മളെന്തെങ്കിലും തെറ്റ് ചെയ്തു എന്ന് നമുക്ക് തോന്നില്ല. കഹ ഗിരിധർ കവിരായ് യഹേ കരു മന പരിതീത്തി. Poet Giridhar Kaviraj says, keep faith in this way of thinking. आगे को सुख होई समुची बीती सो बीती. Future will be joyful if you understand and accept that past is past. അല്ലെങ്കിൽ past is gone. നമുക്ക് ആദ്യത്തേതിനെ കുറിച്ച് ഒന്ന് നോക്കാം. बिना विचारे सो जो करे सो पाछे पछताए.
അതായത് വൺ ഹു ആക്ട്സ് വിത്തൗട്ട് തിങ്കിങ് റിഗ്രറ്റ്സ് ഇറ്റ് ലേറ്റർ. काम बिगाड़े अपनों जग में होत हसाए. Such a person spoils their own work and becomes a laughing stock in the world. जग में होत हसाए चित में चैन न पावे. They are mocked by the society and do not find peace of mind. खान पान सम्मान राग रंग मन ही न भावे. That they lose interest in food, they lose interest in drinking or eating, respect and pleasures. कह गिरधर कविराय दुख कछु ठरत न ठारे. Poet Giridhar Kaviraj says that such sorrow cannot be avoided. खटकता है जिय माही कियो जो बिना विचारे. The heart is constantly troubled by the actions done without prior thoughts. അപ്പോൾ ആദ്യത്തെ കുണ്ടലിയിൽ പറയുന്നത് നമ്മൾ ചിന്തിക്കാതെ എടുത്ത് ചാടി ഒന്നും ചെയ്യരുത്. കാരണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ പശ്ചാത്തപിക്കും എന്ന് അത് നമ്മളുടെ മനസ്സിലിങ്ങനെ കുത്തിക്കൊണ്ടേയിരിക്കും. രണ്ടാമത്തെ കുണ്ടലിയിൽ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നടന്നത് നടന്നു, പാസ്റ്റ് ഈസ് പാസ്റ്റ്. നമ്മളുടെ കയ്യിൽ എന്താണോ ഉള്ളത് നമ്മളെന്താ അതിൽ മനസ്സിട്ട് നല്ലോണം ചെയ്യുക. അങ്ങനെ ചെയ്യുന്നതിൽ വിശ്വസിക്കുന്നതിലൂടെ നമുക്ക് ഭാവിയിൽ സന്തോഷവും സമാധാനവും ഉണ്ടാവും. ആരും നമ്മളെ കളിയാക്കി ചിരിക്കുകയുമില്ല. ഇത് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി कवि से परिचय. 18वीं सदी में जन्मे गिरिधर कविराय को उनकी लोक प्रचलित कुंडलियों के लिए याद किया जाता है. 18वीं सदी 18ാം നൂറ്റാണ്ടിൽ ജനിച്ച ഗിരിധർ കവിറായ്, അദ്ദേഹത്തിൻ്റെ കുണ്ടലിയം ഭയങ്കര ഫേമസ് ആണ്. उनकी रचनाओं में बहुत से ऐसे नीतिपरक पद मिलते हैं जिन्हें अक्सर कहावत के रूप में सुना जाता है. जैसे कि अभी आपने पढ़ा, बिना विचारे जो करे सो पाछे पछताए, या बीती ताही बिसरी दे आगे की सुधिले. അതായത് അദ്ദേഹത്തിൻ്റെ രചനകളിൽ നമുക്ക് കൂടുതലും നീതിപരക് എന്ന് വെച്ചാൽ ഗുണപാഠങ്ങളുള്ള കവിതകളായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ പലപ്പോഴും പഴഞ്ചൊല്ലുകളൊക്കെ ആയിട്ട് കഹാവത് കെ രൂപമേ സുനാ ജാത്ത അങ്ങനെ ഉപയോഗിക്കാറുണ്ട്, അല്ലെങ്കിൽ കേൾക്കാറുണ്ട് നമ്മളങ്ങനെ ഉപയോഗിച്ചിട്ട്. उनकी कविताएं जनमानस में इतनी प्रसिद्ध है कि लोग उनका कहावतों की तरह ഉപയോഗ करते हैं. അദ്ദേഹത്തിൻ്റെ ഈ കവിതകളൊക്കെ വളരെ ഫേമസ് ആണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ അതിനെ കഹാവത് കെ രൂപം ഇങ്ങനെ സേയിങ്സ് ആയിട്ട് പഴഞ്ചൊല്ലുകളായിട്ട് ഉപയോഗിക്കാറുണ്ട്. उन्होंने अपनी कविताओं में लाठी जैसी वस्तु के उपयोग भी बताए और यह भी बताया कि धन अधिक हो जाए तो क्या करना चाहिए. അദ്ദേഹത്തിൻ്റെ കവിതയിൽ ലാത്തിയിലെ കമ്പ് അങ്ങനത്തെ വസ്തുക്കളുടെ ഉപയോഗത്തിനെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ധന അധിക ഹോ ജായേ തോ ക്യാ കർണ ചാഹിയെ, ധനം നമ്മൾ അധികം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനെ എന്ത് ചെയ്യണമെന്നും അദ്ദേഹത്തിൻ്റെ കവിതയിൽ പറഞ്ഞിട്ടുണ്ട്. अपनी रचनाओं में लोकनीति या घर गृहस्थी के साधारण लोक व्यवहार की बातें सीधे और सरल शब्दों में कहने के लिए भी वे जाने जाते हैं. അദ്ദേഹത്തിൻ്റെ കവിതകളിലൂടെ വളരെ സിമ്പിളായിട്ടുള്ള ലോകനീതി, അതേസമയം വീട്ടിലെ കാര്യങ്ങൾ അങ്ങനത്തെയൊക്കെ വളരെ നോർമലായിട്ടുള്ള കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ടുള്ള വാക്കുകളിൽ പറയുന്നതിന് അദ്ദേഹം ഫേമസ് ആണ്.